Edinburgh trip. Yes, it's a one-day trip to capital of Scotland, Edinburgh from ടീസൈഡ് യൂണിവേഴ്സിറ്റി. ഞാൻ ആദ്യമായിട്ടാണ് എഡിൻബ്രയിലേക്ക് പോകുന്നത്. ആക്ച്വലി ഞങ്ങൾ 2 ബസ്സിലായിട്ടാണ് എഡിൻബ്രയിലേക്ക് പോകുന്നത്. ഈ ഡിസംബർ ടൈമൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് മാർക്കറ്റാണ് മെയിൻ ഉദ്ദേശമെങ്കിലും ഞാൻ മെയിനായിട്ട് കവർ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ഏരിയാസും കവർ ചെയ്യാനായിട്ടാണ് പ്ലാന്. അപ്പോൾ ഇറ്റ്സ് എ മിനി വ്ളോഗ്. രാവിലെ 7 മണിക്കാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ബെൽഫോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ബ്രേക്കിനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഒരു 11 മണിയോടൊക്കെ അടുത്ത് ഞങ്ങൾ എഡിൻബ്രയിലെത്തി. ഇത് എഡിൻബ്ര സിറ്റിയുടെ ടോപ്പ് വ്യൂ ആണ്. കാൾട്ടൺ ഹിൽ എന്ന് പറഞ്ഞൊരു ഹില്ലിൽ നിന്നെടുത്ത ഒരു ടോപ്പ് വ്യൂ ആണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ദിസ് ഈസ് ദ നോർമൽ വ്യൂ ഓഫ് ദ എഡിൻബ്ര സിറ്റി. പ്രിൻസസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ എഡിൻബ്രയിൽ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. ഈ പ്രിൻസസ് ഗാർഡനിലാണ് ഈ ക്രിസ്മസ് മാർക്കറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു മെയിൻ വ്യൂ ആണ് എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ്, ഒരു മഴയുള്ള ദിവസവുമാണ്. എഡിൻബ്രയിൽ അല്ലെങ്കിൽ സ്കോട്ട്ലൻഡിൽ ഒട്ടുമിക്ക എല്ലാ സിറ്റീസിലും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ പാവാടയും കൂട്ടിട്ട് മനുഷ്യന്മാർ തിരിച്ചു വരുന്നത്. ബട്ട് ഇത് ആക്ച്വലി അവരുടെ ട്രഡീഷണൽ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ ട്രഡീഷണൽ എക്യുപ്മെൻ്റൊക്കെയാണ്. അപ്പോൾ ഇതിന് ബാക്ക് പൈപ്പ് എന്നാണ് പറയുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് അപ്പോൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്തത് ഈ കാണുന്ന നാഷണൽ ഗാലറി അല്ലെങ്കിൽ നാഷണൽ ഗാലറി ഓഫ് ആർട്ട് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന ഈ മ്യൂസിയമാണ്. ഇതൊരു ആർട്ട് മ്യൂസിയമാണ്. അപ്പോൾ ഇവിടെ ഈ പല കാലഘട്ടങ്ങളിൽ നിന്നുള്ള ഒരുപാട് മെമ്മോറിയൽസ്, ആർട്ട് വർക്ക്സ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. ഒരു 10 മണി ടൈമിലാണ് ഇത് ഓപ്പൺ ആവുന്നത്. എഡിൻബർഗ് ട്രാംസ് എന്നറിയപ്പെടുന്ന ഈ റോഡിലൂടെ തന്നെ പോകുന്ന ഈ ട്രെയിൻസ് ഒരു മനോഹര വ്യൂ തന്നെയായിരുന്നു. അത് ഈ ട്രെയിൻസ് ഇല്ലാത്ത സമയം അതിൽ കൂടെ മറ്റു വെഹിക്കിൾസും പോകുന്നുണ്ട്. എഡിൻബ്രയിലെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലാൻഡ് ആയിരുന്നു. ഇതൊരു അടിപൊളി ഡെസ്റ്റിനേഷൻ തന്നെയായിരുന്നു. വന്നില്ലായിരുന്നെങ്കിൽ ഒരു മിസ്സായി പോയേനെ എന്നൊക്കെ തോന്നുന്നൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഇത് ആക്ച്വലി പ്രിൻസസ് സ്ട്രീറ്റിൽ നിന്നൊരു 8-10 മിനിറ്റൊക്കെ വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ബട്ട് ഇവിടുത്തെ ഈ ഫസ്റ്റ് ഫ്ലോർ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഈ ആനിമൽസിൻ്റെ ഈ ഒരു സംഭവങ്ങൾ തന്നെ മതി ഇവിടെ വരുന്നത് പുറത്താവാൻ. കാരണം ഇത് ഫ്രീ എൻട്രി തന്നെയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ നാഷണൽ ഗാലറിയുടെ പോലെ തന്നെ നാഷണൽ മ്യൂസിയം ഫ്രീ എൻട്രി തന്നെയാണ്. അപ്പോൾ ഈ ആനിമൽസ് കൂടാതെ ഇവിടെ പല കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഡ്രസ്സസ്, അതുപോലെ തന്നെ കുറച്ച് ഗെയിംസ്, നമുക്ക് നമ്മുടെ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗെയിംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ മ്യൂസിയം, നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലാൻഡ്. ഈ നാഷണൽ മ്യൂസിയത്തിൽ ഈ വേൾഡ് വാർ 1-ൻ്റെയും 2-ൻ്റെയൊക്കെ ടൈമിൽ സ്കോട്ടിഷ് ആർമി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആർമിയൊക്കെ യൂസ് ചെയ്തിരുന്ന പല ടൈപ്പുള്ള ആർമി ഡ്രസ്സസ്, അതുപോലെ തന്നെ മറ്റു പല കോസ്റ്റ്യൂംസ്, ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഈ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകാൻ പ്ലാനായിട്ട് തിരിഞ്ഞപ്പോഴാണ് അത് ക്രിസ്മസ് വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഈ ഗ്യാങ് ഇവിടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. വൈബാണ്. ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് ഇത്. ഇപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിലെ മെയിൻ 2 അട്രാക്ഷൻസ് ആയിട്ടുള്ള ഈ 2 റൈഡ്സ്, ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഇത് 2 റൈഡ്സും ഒരുമിച്ച് കറങ്ങുന്ന ഒരു ഫ്രെയിം എനിക്ക് കിട്ടിയില്ല. ഒരെണ്ണം കറങ്ങുമ്പോൾ ഒരെണ്ണം നിൽക്കും, ഒരെണ്ണം നിൽക്കുമ്പോൾ മറ്റൊരു കറങ്ങും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവരുടേത്.
അപ്പോൾ ഈ റൈറ്റ്സൊക്കെ ദൂരെ നിന്ന് കണ്ടിട്ട് ഇതിലൊക്കെ എങ്ങനെയും ഒന്ന് കയറി പറ്റണമെന്ന് ആഗ്രഹിക്കായിട്ട് ക്രിസ്മസ് മാർക്കറ്റ് ടാർഗറ്റ് ആക്കിയിട്ട് ഞങ്ങൾ നടന്നു. ബട്ട് ഒടുക്കത്തെ തിരക്കായിരുന്നു ഗൈസ്. പോരാത്തതിന് നല്ല മഴയും. എൻ്റെ ഈ മുന്നിൽ കാണുന്ന ഈ ജനങ്ങൾ മുഴുവൻ ഏറെക്കുറെ ഈ റൈഡ്സിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്നവരാണ്. അപ്പോൾ 1.5 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരും. ഞങ്ങൾക്കാണെങ്കിൽ 5 o'clock ട്രിപ്പ് തീരുന്നതുകൊണ്ട് റൈഡിൽ കയറുക എന്നൊരു പ്ലാൻ അത് അവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ നേരെ ക്രിസ്മസ് മാർക്കറ്റ്സിലേക്ക് ഒരു വ്യൂ. ഈ ക്രിസ്മസ് മാർക്കറ്റ്സിൽ ഒരുപാട് ഇങ്ങനത്തെ ഷോപ്സ് ഉണ്ട്. അതുകൂടാതെ ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിന് ചെറിയ രീതിയിൽ ഫുഡൊക്കെ തട്ടിയിട്ട് ബാക്കിയുള്ള ഷോപ്സൊക്കെ ഒന്ന് കണ്ട് എല്ലാം ഒന്ന് കറങ്ങി സമയത്തിനുള്ളിൽ ട്രിപ്പ് തീർക്കാനുള്ള പ്ലാനായിട്ട്. പോരാത്തതിന് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ്. സോ ആ പ്ലാൻ ഉപേക്ഷിച്ചു.